ഹായ് ഓൾ, PK ലേണിങ്സിൻ്റെ PYQ സീരീസിൻ്റെ മെൻ്റൽ എബിലിറ്റി പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ ഫാമിലി റിലേഷനും സെൻസ് ഓഫ് ഡയറക്ഷനുമാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ 2020 PSC ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫാമിലി റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം ചോദിച്ചത്. അപ്പോൾ അതായത് 2020 ചോദിച്ചത് ആ 3 ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് നോക്കാം. ഇഫ് P into Q means P is daughter of Q, P plus Q means P is father of Q, P star Q means P is mother of Q, P minus Q means P is brother of Q, then in the expression A into B star C minus D into F, how are B and F related? അപ്പോൾ ഇത് KS ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത്തിരി ടൈം എടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? P ഇൻറ്റു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഈസ് ഡോട്ടർ ഓഫ് Q ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എന്താണ്? A ഈസ് ഡോട്ടർ ഓഫ് B ആണല്ലേ. ഇനി അതുപോലെ P പ്ലസ് Q എന്ന് പറഞ്ഞാൽ P ഈസ് ഫാദർ ഓഫ് Q ആണ്. അപ്പം നമുക്കിവിടെ അടുത്ത് കാണേണ്ടത് സ്റ്റാർ ആണ്. സ്റ്റാർ എന്താണ്? P സ്റ്റാർ Q എന്ന് പറഞ്ഞാൽ P ഈസ് മദർ ഓഫ് Q എന്നാണ്. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് B സ്റ്റാർ C എന്നാണ്. അപ്പോൾ P സ്റ്റാർ Q ആണെങ്കിൽ P മദർ ഓഫ് Q ആണ്. ഇവിടെ B സ്റ്റാർ C ആണ്. അതായത് B ഈസ് മദർ ഓഫ് C ആണ്. ആണല്ലോ. അടുത്ത് നോക്കിയാൽ അടുത്ത് നമ്മുടെ റിലേഷൻ മൈനസ് ആണ്. P മൈനസ് Q എന്ന് പറഞ്ഞാൽ P ഈസ് ബ്രദർ ഓഫ് Q ആണ്. അപ്പം നമുക്കിവിടെ C മൈനസ് D ആണ്. അതായത് C ഈസ് ബ്രദർ ഓഫ് D ആണ്. ഓക്കെ ആണോ? അടുത്ത് പറഞ്ഞിരിക്കുന്നത് P ഇൻറ്റു Q, അതായത് നമുക്കിവിടെ വരേണ്ടത് D ഇൻറ്റു F ആണ്. P ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ P ഈസ് ഡോട്ടർ ഓഫ് Q ആണ്. അപ്പോൾ D ഇൻറ്റു F എന്ന് പറഞ്ഞാൽ എഗെയിൻ D ഈസ് ഡോട്ടർ ഓഫ് F ആണ്. അപ്പോൾ നമുക്ക് തന്ന റിലേഷൻ വച്ചിട്ട് നമുക്ക് കാണേണ്ടതിന് നമ്മൾ എഴുതി. ഇനി ഇതിനെ നമുക്കൊരു ഡയഗ്രാം പോലെ വരച്ച് നോക്കാം. A ഇൻറ്റു B എന്ന് പറയുന്നത് A ഈസ് ഡോട്ടർ ഓഫ് B. അപ്പോൾ B ആരാണ്? അച്ഛനാണോ അമ്മയാണോ നമുക്കറിയില്ല. ബിയുടെ ജെൻഡർ നമുക്കറിയില്ല. ബിയെ നമ്മൾ അങ്ങനെ ഇട്ടു. A ഡോട്ടറാണ്, അതായത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളാണ്. മകളെ നമുക്ക് റൗണ്ട് സർക്കിൾ കൊണ്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ആണുങ്ങൾ വരുന്നതിനെയൊക്കെ സ്ക്വയർ കൊണ്ടും പെണ്ണുങ്ങൾ വരുന്നതിനെയൊക്കെ സർക്കിൾ കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ A ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നോക്കിയേ, B ഈസ് മദർ ഓഫ് C. അപ്പോൾ Bയും നമുക്ക് മനസ്സിലായി ലേഡിയാണ്. സിയുടെ അമ്മയാണ്. ഓക്കെ, സിയെ ഇവിടെ മാർക്ക് ചെയ്തു. പക്ഷെ C ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല. അടുത്ത് നോക്കിയേ, C ഈസ് ബ്രദർ ഓഫ് D. അപ്പോൾ C ആണാണ്, ഡിയുടെ ബ്രദറാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് D ഈസ് ഡോട്ടർ ഓഫ് F ആണ്. അപ്പോൾ ഡിയും പെണ്ണാണ്, ഡോട്ടർ ഓഫ് F ആണ്. അപ്പോൾ ഓൾറെഡി ഈ ബിയുടെ മോനാണ് A എന്ന് പറയുന്നത്. അതുപോലെ എയും സിയും ഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. എയും സിയും ഡിയും. അപ്പോൾ ബി പെണ്ണായതുകൊണ്ട് തന്നെ എഫ് ആണായിരിക്കും. കാര്യം എന്താ? നമ്മൾ പറഞ്ഞു A ഈസ് ഡോട്ടർ ഓഫ് B. A എന്ന് പറയുന്നത് ബിയുടെ മകളാണ്. B ഈസ് മദർ ഓഫ് C. അപ്പോൾ B സിയുടെ അമ്മയാണ്. അപ്പോൾ എയുടെയും സിയുടെയും അമ്മയാണ് B. C ഈസ് ബ്രദർ ഓഫ് D. C ഡിയുടെ ബ്രദറാണ്. അപ്പോൾ ബിയുടെ മകളാണ് A, മകനാണ് C. ഇനി D മകളാണോ മകനാണോ എന്നറിയില്ല. D ഈസ് ഡോട്ടർ ഓഫ് F. ഇപ്പോൾ ഡിയും പെണ്ണാണ്. സോ അതുകൊണ്ട് തന്നെ ഡിയും ബിയുടെ മകളാണ്. പിന്നെ ഇവിടെ ഡോട്ടർ ആവണമെങ്കിൽ F അച്ഛനായേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ B അമ്മയാണ്, F അച്ഛനാണ്, എയും സിയും ഡിയും അവരുടെ മക്കളാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ ഒരു റിലേഷനിലോട്ട് എത്തി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ആർ B ആൻഡ് F റിലേറ്റഡ്. ബിയും എഫും ആരാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ബി ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഓപ്ഷനിൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്നുള്ള ഓരോ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. സപ്പോസ് ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ്, അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ നോക്കൂ, ഹൗ ഈസ് B ആൻഡ് F. ബി ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വൈഫ് ആദ്യം വരണം. കാര്യം ബി പെണ്ണാണ്, വൈഫ് ആദ്യം വരണം. വൈഫ് ആൻഡ് ഹസ്ബൻഡ്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് അതായത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ആൻസറിലേക്ക് എത്താനുള്ള ഒരു പ്രാക്ടീസ് കിട്ടണം. അപ്പോൾ ആദ്യം ബി ആയതുകൊണ്ട് ബി വൈഫ്, പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്. ഓക്കെ ആണോ?
അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കിയേ. എ ബിയുടെ മകനാണ്, സിയുടെ മകളാണ് ഡി. ബി ഡിയെ വിവാഹം ചെയ്താൽ എക്ക് സിയുമായുള്ള ബന്ധം എന്ത്? എക്സാം ഹോളിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്ക് ആകെ കിളി പറക്കും അല്ലേ? പക്ഷെ ശരിക്കും കുറച്ചൊന്ന് സമാധാനത്തോടു കൂടി വരച്ച് നോക്കിയാൽ മതി കേട്ടോ. അതായത് എ ബിയുടെ മകനാണ്, അപ്പോൾ ബിയുടെ മകൻ, അപ്പം മകനായതുകൊണ്ട് തന്നെ എയെ ഒരുപടി താഴ്ത്തി എഴുതാം. കാര്യം ആ ഒരു ഫാമിലി ട്രീ വരുമ്പോൾ തൊട്ടടുത്ത ജനറേഷൻ ആണല്ലോ. മകനെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റിലല്ല സ്ക്വയറിൽ എഴുതാം. ഇനി നോക്കിയേ, സിയുടെ മകളാണ് ഡി. സിയുടെ ബന്ധം നമുക്കറിയില്ല, സിയെ ഇങ്ങോട്ട് ഞാൻ എഴുതി. സിയുടെ മകളാണ് ഡി, അപ്പോൾ ഇതിനെ റൗണ്ട് ചെയ്ത് വെച്ചു. ഇനി ബി ഡിയെ വിവാഹം ചെയ്താൽ അപ്പോൾ ബി ഡിയെ വിവാഹം ചെയ്യണമെങ്കിൽ ഡിയെ നമ്മൾ മേളിലോട്ട് കയറ്റണം. അപ്പോൾ നമ്മൾ സി ഇവിടെ ഇട്ടാൽ പോരാ, സി ഒരുപടി മുകളിലോട്ട് പോകണം. ഇവിടെ ആര് വരണം? ഡി വരണം. ഇതിപ്പോൾ നമുക്ക് വായിച്ചു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിത് വെട്ടി. ഡി എന്ന് പറയുന്നത് മകളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡി മകളാണെങ്കിൽ ഈ ബി എന്തായിരിക്കണം? ആണായിരിക്കണം. കാര്യം ബി ഡിയെ വിവാഹം ചെയ്തു. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മാത്സ് ക്ലാസ് ആ ഒരു ഫാമിലി റിലേഷൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ വേറെ ഒരു ഇതും ആലോചിക്കേണ്ട. ആണ് പെണ്ണ് എന്നുള്ളൊരു രീതിയിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഡി പെണ്ണായതുകൊണ്ട് തന്നെ ബി ആണാണ്. അപ്പോൾ എക്ക് സിയുമായുള്ള ബന്ധം എന്തെന്നാണ്? എക്ക് സിയുമായുള്ള ബന്ധം എന്ത്? അപ്പോൾ എക്ക് സിയുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സി അതിൻ്റെ മുന്നത്തെ ജനറേഷനാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ആണാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ചെറുമകനാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസറിൽ പേരക്കിടാവ് കണ്ടോ, പേരക്കിടാവ്. അമ്മൂമ്മയല്ല, കാര്യം എ എന്ന് പറഞ്ഞാൽ ആണാണ്, മൂന്നാമത്തെ ജനറേഷനിലുള്ള ആളാണ്. ഇവിടെ അമ്മൂമ്മ വരില്ല, മരുമകൾ വരില്ല, മരുമകൻ വരില്ല, പേരക്കിടാവ് എന്നുള്ള ഓപ്ഷനാണ്. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്തത്? എ ബിയുടെ മകനാണെന്ന് പറഞ്ഞു. സോ ബി എ എഴുതി, എ താഴെ മാർക്ക് ചെയ്തു. നമ്മൾ ബി എ എഴുതി, എ താഴെ മാർക്ക് ചെയ്തു. മകനായതുകൊണ്ട് തന്നെ സ്ക്വയറിൻ്റെ അകത്ത് ഇട്ടു. സിയുടെ മകളാണ് ഡി. അപ്പോൾ സി നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതി മകളാണ് ഡി. ഓക്കെ, അപ്പോൾ ബി ഡിയെ വിവാഹം ചെയ്താൽ അപ്പം ഡി ആണ് ഇവിടെ വരേണ്ടത്. സി മേളിൽ കയറി. അപ്പോൾ ഇത് പെണ്ണായതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്നത് ആണാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു, ഇവരുടെ മകനാണ് എ എന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. പേരക്കിടാവാണ്. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോൾ ഷോയിങ് എ വുമൺ ഇൻ ദ പാർക്ക്, പുഷ്പ സെഡ് ഷീ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഒൺലി സൺ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ പുറകിൽ നിന്ന് വരണം. അപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് ഒൺലി സൺ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാൻഡ് ഫാദർ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക. ഗ്രാൻഡ് ഫാദറിന് ഏറ്റവും മുകളിൽ ഗ്രാൻഡ് ഫാദർ ആണാണല്ലോ, അപ്പോൾ സ്ക്വയറിലിട്ടു. ഗ്രാൻഡ് ഫാദറിൻ്റെ സൺ എന്ന് പറയുമ്പോൾ ഫാദർ, ആളുടെ മകൾ. ഓക്കെ, ഗ്രാൻഡ് ഫാദേഴ്സ് ഒൺലി സൺ. അപ്പോൾ ഒരേ ഒരു മകനേ ഉള്ളൂ ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുടെ അച്ഛനാണ് ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ആ പാർക്കിൽ നിൽക്കുന്ന ലേഡി മകളാണ്. അങ്ങനെയാണെങ്കിൽ പുഷ്പ എങ്ങനെയാണ് ആളുടെ ബന്ധം? അപ്പോൾ പുഷ്പയും ഇവിടെ ഉണ്ട്, പുഷ്പയും ഈ ആളുടെ മകളാണ് അല്ലേ? ഇതും മകളാണ്, ഇതും മകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എടാ സിസ്റ്റേഴ്സ് ആയിരിക്കത്തില്ലേ? സിസ്റ്റേഴ്സാണ്, അതായത് സിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പുഷ്പ റിലേറ്റഡ് ടു ദാറ്റ് വുമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നതിൽ ഇവിടുന്ന് വരാൻ ശ്രമിക്കുക, ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് ഒൺലി സൺ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ വരച്ചു. ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു സൺ, അതായത് ഫാദറാണ്. ആ ഫാദറിൻ്റെ മകൾ, ഒരു മകളാണ് പാർക്കിൽ നിൽക്കുന്നത്. മറ്റേത് ഈ പറയുന്ന ആളാണ്, പുഷ്പയാണ്. സോ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ഫാമിലി റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 2020 വന്ന ക്വസ്റ്റ്യൻസ്. ഇനി സെൻസ് ഓഫ് ഡയറക്ഷനാണ്. അപ്പോൾ അതിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജു സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് ആൻഡ് വെൻറ്റ് 5 meter നോർത്ത്, ടേൺഡ് റൈറ്റ് ആൻഡ് മൂവ് 12 meter. ഹൗ ഫാർ ഈസ് ഹി എവേ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിത് വരച്ച് നോക്കണം അല്ലേ. അപ്പോൾ രാജു സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് രാജു സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് വെൻ 5 meter നോർത്ത്. അപ്പോൾ നമുക്കറിയാം നോർത്ത് സൗത്ത് ഇങ്ങനെയാണല്ലോ. നോർത്ത് മുകളിൽ, നേരെ ഓപ്പോസിറ്റ് സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രാജു മുകളിലേക്ക് പോയി. എത്രയാണ്? 5 meter മുകളിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന രാജുവിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്, ഈസ്റ്റിലോട്ടാണ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 12 meter മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. 12 meter മൂവ് ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഈസ് ഹി എവേ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതൊരു മട്ടത്രികോണമാണ് അല്ലേ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡ് 5 മീറ്ററും മറ്റേ സൈഡ് 12 മീറ്ററുമാണ്. അപ്പം നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം, അതായത് റൂട്ട് ഓഫ് എന്താണ് ഈ 12ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ, അതായത് 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25, അല്ലെങ്കിൽ അത് 169 എന്ന് വരും. 169ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 13. അപ്പോൾ ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എന്ന് പറഞ്ഞാൽ 13 മീറ്ററാണ്. 13 മീറ്റർ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ കുറേ മെഷർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഈ 5, 12, 13 എന്ന് പറയുന്നത്, അതായത് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ് ആവാൻ സാധ്യതയുള്ള വശങ്ങളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ സൈഡുകൾ പഠിക്കും. അവിടെ വരുന്ന ഒരു പെയറാണിത് 5, 12, 13. അത് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്റ്റെപ്സൊക്കെ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആൻസർ 13ലേക്ക് പോകാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 13 മീറ്റർ. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. എ പേഴ്സൺ മൂവ്സ് നോർത്ത്, then he turns to his right and then again right and finally go to left. In which direction is he moving now? നോക്കാം. എ പേഴ്സൺ മൂവ്സ് നോർത്ത്, നോർത്തിലോട്ട് പോവാണ് ഒരാൾ. ഓക്കെ, ഒരാൾ നോർത്തിലേക്ക് പോയി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ടേൺസ് ടു ഹിസ് റൈറ്റ്. അപ്പം നോർത്തിൽ നിന്ന് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ടാണ്. ആൻഡ് ദെൻ അഗെയിൻ റൈറ്റ്, പിന്നെ അയാൾ റൈറ്റിലോട്ട് തിരിഞ്ഞു, അപ്പോൾ വീണ്ടും താഴോട്ടാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഗോ ടു ലെഫ്റ്റ്, താഴോട്ട് വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ് നൗ? ഇപ്പോൾ അയാൾ പോകുന്ന ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ ഈസ്റ്റ്, അതായത് ഓപ്ഷൻ ബി ഈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ജസ്റ്റ് വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നിന്ന് നോക്കുക. നമ്മളിപ്പോൾ നോർത്തിലോട്ട് പോവുകയാണ്, നമ്മുടെ റൈറ്റ് ഏതായത്, അപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു. ഓക്കെ, അപ്പം നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുന്നു, അപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു. അപ്പം നോർത്തിലോട്ട് പോകുന്നു, റൈറ്റിലോട്ട് തിരിയുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഈസ്റ്റ്, ലെഫ്റ്റിലോട്ട് തിരിയുന്നു എന്ന് പറയുമ്പോൾ വെസ്റ്റ്. സൗത്തിലോട്ട് പോകുന്നു, സൗത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു ധാരണ വേണം, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ സൗത്തിലോട്ട് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. നമ്മൾ ആ ഡയറക്ഷനിലോട്ട് പോകുന്നു എന്നൊന്ന് അസ്യൂം ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അതിന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് നോക്കി നിങ്ങൾ ടെൻഷൻ ആവേണ്ടെന്നേ ഞാൻ പറയൂ. കാര്യം അത് ആണ് എനിക്കെപ്പോഴും കംഫർട്ടബിൾ, അതാണ്. നിങ്ങൾക്ക് ഈ ക്ലോക്ക് വൈസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നോക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ നോക്കി പഠിക്കുക. നമ്മുടെ കംഫർട്ടാണ് എപ്പോഴും പ്രധാനം. എക്സാം ഹാളിൽ നമുക്ക് ഏതാണ് എപ്പോഴും ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നത് അതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പം നോക്കിയേ, നേഹ വാക്ക്ഡ് 9 മീറ്റർ ഇൻ ദ ഈസ്റ്റ്. അപ്പം ഈസ്റ്റിലോട്ട് 9 മീറ്റർ യാത്ര ചെയ്തു. ഓക്കെ, എന്നിട്ട് ദെൻ ഷീ ടേൺ ടു ഹെർ റൈറ്റ്, റൈറ്റിലോട്ട് തിരിഞ്ഞു. അപ്പോൾ റൈറ്റിലോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് തിരിയുന്നത്? ഈസ്റ്റിലോട്ട് യാത്ര ചെയ്ത ആൾ താഴേക്ക് വരും അല്ലേ, സൗത്തിലേക്ക് വരും. എന്നിട്ട് ആൻഡ് വാക്ക്ഡ് 4 മീറ്റർ, ഒരു 4 മീറ്റർ ഇവിടെ യാത്ര ചെയ്തു. എഗെയിൻ ഷീ ടേൺ ടു ഹെർ ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ സൗത്തിലേക്ക് വന്ന ആൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു, അതായത് ഇങ്ങോട്ട് തിരിഞ്ഞു. ആൻഡ് മൂവ്ഡ് 3 മീറ്റർ, ഇവിടെ ഒരു 3 മീറ്റർ യാത്ര ചെയ്തു. ഓക്കെ, ഇനി ദെൻ ഷീ ടേൺ ടു ഹെർ ലെഫ്റ്റ്. അപ്പോൾ ഇനി ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയ ആൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പം തിരിച്ച് നോർത്തിലേക്കാണ്. ആൻഡ് വാക്ക്ഡ് 9 മീറ്റർ, 9 മീറ്റർ മുകളിലേക്ക് പോയി. ഹൗ ഫാർ ഈസ് ഷീ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അതായത് ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാക്കണം. അതായത് ഞാൻ ഈ സൈഡും കൂടെ ജോയിൻ ചെയ്താൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എനിക്ക് ഫോം ചെയ്യണം. ഇതിൽ എനിക്ക് നോക്കി AB എന്ന് പറയുന്ന നോക്കി, ഈ A ടു ഇവിടെ വരെ 9 മീറ്ററാണ്. അപ്പോൾ ആ 9 മീറ്റർ പ്ലസ് ഈ ഒരു ഗ്യാപ്പ്, ഞാൻ ഈ ഡോട്ടഡ് ലൈൻ ഇട്ട ഗ്യാപ്പ് ഈ താഴത്തെ 3 മീറ്ററിന് ഈക്വൽ അല്ലേ, അതായത് 3 മീറ്റർ. അതായത് AB എന്ന് പറഞ്ഞാൽ 12 മീറ്ററാണ്. ഇനി നോക്കി BC കിട്ടണം. BC കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് AC കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം വെച്ച് AC കണ്ടുപിടിക്കാം. BC എങ്ങനെ കണ്ടുപിടിക്കാടാ? എനിക്കറിയാം, ഈ പോയിന്റിൽ നിന്ന് C വരെയുള്ള ഡിസ്റ്റൻസ് 9 മീറ്ററാണ്. എനിക്ക് ഇവിടെ മുതൽ, അതായത് ഈ B മുതൽ C വരെ ഉള്ളതാണ് വേണ്ടത്.
അപ്പോൾ എനിക്കറിയാം ഈ പോയിന്റിൽ നിന്ന് ബി വരെ ഉള്ളത് ദാ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് അല്ലേ, 4 മീറ്റർ അല്ലേ. അതായത് ആ 4 മീറ്റർ അങ്ങ് ഈ ടോട്ടൽ 9-ൽ നിന്ന്, ഈ ഒരു പോയിന്റിൽ നിന്ന് സി വരെയുള്ള 9 മീറ്ററിൽ നിന്ന് ഈ ഒരു ഗ്യാപ്പ് 4 കുറയ്ക്കുമ്പോൾ എനിക്ക് ഇവിടെ മുതൽ ഈ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ, അതെന്ന് പറയുന്നത് 5 മീറ്ററാണ്. കണ്ടോ, ഇത് 5 മീറ്റർ. ഈ എ മുതൽ ബി വരെയുള്ളത് 12. അപ്പോൾ എ മുതൽ ബി വരെയുള്ള സൈഡും എനിക്ക് കിട്ടി, ബി മുതൽ സി വരെയുള്ളതും കിട്ടി. ഇനി എനിക്ക് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം കൊടുത്താൽ പോരെ. അതായത് 12-ൻ്റെ സ്ക്വയർ പ്ലസ് 5-ൻ്റെ സ്ക്വയർ, അതായത് 144 പ്ലസ് 25. നമ്മൾ കുറച്ച് മുന്നേ ചെയ്തായിരുന്നു. 13 വരും, അതായത് 169 വരും. 169-ൻ്റെ റൂട്ട് 13. അപ്പോൾ 13 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലായി. 13 മീറ്റർ ആണ് അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 13 മീറ്റർ അകലെയാണ്. ഇനി ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കിയേ. സ്റ്റാർട്ടിംഗ് പോയിന്റിനെ വെച്ചുകൊണ്ട് വേണം പറയാൻ. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കിയേ, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്. ഈ താഴത്തത് സൗത്താണ് കേട്ടോ. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നോർത്തിനും ഈസ്റ്റിനും ഇടയിലല്ലേ, നോർത്ത് ഈസ്റ്റ് അല്ലേ. അതായത് 13 മീറ്റർ നോർത്ത് ഈസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 13 മീറ്റർ നോർത്ത് ഈസ്റ്റ് ആണ് അല്ലേ. കാര്യം ഇത് നോർത്താണ്, ഇത് ഈസ്റ്റ് ആണ്, ഇതിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത്. ആണോ? അപ്പോൾ ഇത് നോർത്താണ്, ഇത് ഈസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 13 മീറ്റർ നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. അരുൺ വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ നേരെ തെക്കോട്ട് നടന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. വീട്ടിൽ നിന്നും ഇപ്പോൾ അരുൺ എത്ര അകലെയാണ്? എക്സാം ഹോളിൽ നിന്ന് എഴുന്നേറ്റ് നടക്കരുത്. നടന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ ചെന്ന് എത്തും. അപ്പോൾ സ്റ്റെനോഗ്രാഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമുക്ക് നോക്കാം. അരുൺ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ നേരെ തെക്കോട്ട് നടന്നു എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 4 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു അല്ലേ. തെക്കോട്ടെന്ന് പറയുമ്പോൾ താഴോട്ടാണ്. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ തെക്കോട്ട് നടന്നിട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ ഈസ്റ്റിലോട്ടാണ് വരുന്നത്. 6 കിലോമീറ്റർ നടന്നു. ഓക്കെ. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ടെന്ന് പറയുമ്പോൾ ഇത് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റിൽ നിന്ന് ഇനി വലത്തോട്ടെന്ന് പറയുമ്പോൾ താഴോട്ടാണ്, സൗത്തിലോട്ടാണ്. 4 കിലോമീറ്ററും കൂടെ നടന്നു. വീട്ടിൽ നിന്നും ഇപ്പോൾ അരുൺ എത്ര അകലെയാണ്? അതായത് ഇതാണ് വീട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാ ഈ ഡിസ്റ്റൻസാണ്. നോക്കിയേ, ഞാനിത് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി. എ ബി സി. ഇതിൻ്റെ എ സി കണ്ടുപിടിച്ചാൽ പോരെ. എ സി അല്ലേ എൻ്റെ ഡിസ്റ്റൻസ്, എനിക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്ക് ആദ്യം എ ബി വേണം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ട് 4 കിലോമീറ്റർ. ഇനി ഈ പോയിന്റ് മുതൽ ബി വരെ ദേ ഇവിടെ ഇല്ലേ 4 കിലോമീറ്റർ. അപ്പം 4 + 4 എ ബി എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററാണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററാണ് ആണല്ലോ. ഇനി എനിക്ക് താഴത്തെ അകലം വേണം അല്ലേ. താഴത്തെ അകലം തന്നെയല്ലേ ഇത്, ഈ 6. ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള അതേ അതിന് പാരലൽ അല്ലേ ബി സി എന്ന് പറയുന്നത്. സോ ബി സി എത്രയാ? 6 കിലോമീറ്റർ. അപ്പോൾ 8 കിലോമീറ്റർ 6 ഈ 8 6 എന്നൊക്കെ പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ വശങ്ങളാകുന്നത്. അതായത് 8 6 വന്നാൽ പിന്നെ 10 ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. 3 4 5 6 8 10 12 ഇവിടെ 3 9 12 അല്ല 9 12 15. ഇതൊക്കെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള മെഷർമെൻറ്റ്സ് ആണ്. ഇതിങ്ങനെ പഠിച്ചു വെക്കാറുണ്ട്. 3 4 5 ഇതിനോട് എല്ലാത്തിനോടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 8 10. ഇനി ഇതിനോട് എല്ലാത്തിനും 2 കൊണ്ട് 3 ഉണ്ട്. ഈ 3-നോടും 4-നോടും 5-നോടും 2 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 9 12 15. അപ്പം ഇതെല്ലാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. പിന്നെ നമ്മൾ നേരത്തെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞല്ലോ, ഏതാണ്? 5 12 13. 5 12 13. അപ്പോൾ ഇതെല്ലാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള, ഇതിങ്ങനെ പഠിച്ചു വയ്ക്കുന്നത് എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 6 എന്ന് കണ്ടാൽ തന്നെ ഇത് 10 എന്ന് എഴുതാം. അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താണെങ്കിൽ √8² + 6² ആണ്. അതായത് √64 + 36, അതായത് √100 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 8 ഇവിടെ 6 എന്ന് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ മെഷർമെൻറ്റ് കിട്ടും 10 ആണ്. 10 കിലോമീറ്റർ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം,
Mohan walks 20 meter towards south from his house, turns left and walks 30 meter, then turns right and walks 20 meter to his office. In which direction and how much far is the office from his house? നോക്കാം നമുക്കിത് KS ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. മോഹൻ വാക്സ് 20 മീറ്റർ ടുവേർഡ്സ് സൗത്ത് ഫ്രം ഹിസ് ഹൗസ്. അപ്പോൾ മോഹൻ്റെ വീട് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് 20 മീറ്റർ സൗത്തിലേക്ക് പോയി. ഓക്കെ. ടേൺസ് ലെഫ്റ്റ്. അപ്പോൾ സൗത്തിലേക്ക് പോയ ആൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഈസ്റ്റിലോട്ടാണ്. ആൻഡ് വാക്സ് 30 മീറ്റർ. 30 മീറ്റർ നടന്നു. കുറച്ചുകൂടെ നീളം കൊടുത്തേക്ക്. 20-നേക്കാളും കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുമല്ലോ. ദെൻ ടേൺസ് റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റിലോട്ട് പൊക്കോണ്ടിരുന്ന ആൾ റൈറ്റ്, അതായത് വീണ്ടും സൗത്തിലേക്ക് വന്നു അല്ലേ. ആൻഡ് വാക്സ് 20. വീണ്ടും 20 മീറ്റർ താഴേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആളുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ മച്ച് ഫാർ ഈസ് ദ ഓഫീസ് ഫ്രം ഹിസ് ഹൗസ്. നോക്കിയേ. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഓഫീസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് അല്ലേ ഓഫീസ് വരുന്നത്, ആണല്ലോ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എന്നുള്ളതാണ്. ഒന്നിൽ സൗത്ത് ഈസ്റ്റ് വരുന്ന എത്ര ആൻസേഴ്സ് ഉണ്ട്? സൗത്ത് ഈസ്റ്റ് വരുന്ന എയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ബിയും അല്ല സിയും അല്ല എന്ന് മനസ്സിലായി. ഇനി എ ആണോ ഡി ആണോ എന്നുള്ളതാണ്. നോക്കിയേ, ഇവിടെ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്യാം. ഓക്കെ. അതായത് ഞാൻ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണേ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിളിനൊക്കെ പേര് കൊടുക്കുന്നത്. നിങ്ങൾ എക്സാം ഹോളിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ച് അങ്ങ് ചെയ്താൽ മതി. എ ബി സി. ഓക്കെ. അപ്പോൾ എ ബി സി കണ്ടല്ലോ, ബി എവിടെയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് കാണണം. ഇതുവരെ 20 ഇനി ഇവിടെ മുതൽ ഈ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഈ 20-ന് ഈക്വൽ അല്ലേ, അതായത് ഇവിടെ 20. അതായത് ടോട്ടൽ എ ബി എന്ന് പറയുന്നത് എത്രയാടാ? എ ബി എന്ന് പറയുന്നത് 20 + 20 40 മീറ്ററാണ്. എ ബി എന്ന് പറയുന്നത് 40 മീറ്ററാണ്. ഇനി ബി സി കണ്ടുപിടിക്കണം അല്ലേ. ബി സിക്ക് പാരലൽ അല്ലേ ഇത് ഈ ലെങ്ത് എന്ന് പറയുന്നത്, അത് 30. അങ്ങനെയാണെങ്കിൽ ബി സി 30 അല്ലേ. ബി സി എത്രയാ? 30 മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ? എ സി. എ സി എന്ന് പറയുന്നത് എത്രയാണ്? √40² + 30². അല്ലെങ്കിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു 3, 4, 5 ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവുന്ന മെഷർമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 30, 40, 50 ആണ് വരേണ്ടത്. അപ്പോൾ 50 ആണ്. 50 സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഇത് 1600 വരും. 30-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 അല്ലേ. അപ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 16 9 കൂടെ കൂട്ടുമ്പോൾ 25. 2500. 2500-ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 25-ൻ്റെത് 5, പിന്നെ ഈ 2 പൂജ്യത്തിൽ നിന്ന് ഒരു 0 എടുത്താൽ മതി. അപ്പോൾ 50 മീറ്റർ ആണ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. സൗത്ത് ഈസ്റ്റ് ആണെന്ന്. സൗത്ത് ഈസ്റ്റിൽ എത്ര എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ 50 മീറ്റർ ആണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഫാമിലി റിലേഷനും ഡയറക്ഷനുമാണ് നോക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് PSC 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സെഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.